നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന രീതികളെ പറ്റിയും അതിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന്. അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, കഴിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, പാലാരിവട്ടം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മുടെ വായിലാണ് നടക്കുന്നത്, നമ്മുടെ മൗത്തിലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആഹാരം ച്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറേ കുഞ്ഞുങ്ങളിൽ അവർക്ക് വയറുവേദനയുണ്ട് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പേരൻസ് അത് വളരെ ശ്രദ്ധിക്കുക. കാരണം അവർ വിഴുങ്ങിയിട്ട് അവർ കളിക്കാൻ പോകാനായിട്ട് ഓടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരാറ്. അപ്പോൾ അവർ നന്നായിട്ടത് ച്യൂ ചെയ്യുന്നുണ്ടോ, പ്രത്യേകിച്ചും പല്ല് പോയ കുട്ടികളിൽ അവർക്ക് ഹാർഡായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കുക. അതായത് നന്നായിട്ട് കുട്ടി ചവച്ചരച്ച് തന്നെയാണോ കഴിക്കാൻ, അല്ലെങ്കിൽ കഴിക്കാൻ പാകത്തിനാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വലിയവരുടെ കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള തിരക്കേറിയ നിങ്ങളുടെ ഒരു ജോലി തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് വെള്ളം കുടിച്ചിട്ട് ഓടുന്നൊരു ഇതിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അതൊക്കെ മാറ്റി നമ്മളൊന്ന് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുക. കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ഒരു ചിട്ടയായിട്ട് നമ്മളുടെ ഉള്ള ജീവിതത്തിനെ ഒരു ചിട്ടയായിട്ട് നോക്കാനും ശ്രമിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ച്യൂയിങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 32 തവണ നമ്മൾ ഒരു ആഹാരം ചവയ്ക്കണം എന്നാണ്. 32 തവണയൊന്നും സാധിച്ചില്ലെങ്കിലും അതൊന്നും ശരിക്കും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 തവണയെങ്കിലും നമ്മൾ ച്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് ആ ഒരു ആഹാരത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മളുടെ വായിലുള്ള സലൈവറി അമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ആദ്യം തന്നെ ഈ ആഹാരത്തിനെ ചുറ്റി അതിനെ ഫസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമേ അത് വയറിലേക്ക് പോയി അവിടെ അടുത്ത എൻസൈംസ് ഒക്കെ വന്നിട്ടാണ് പിന്നെയുള്ള ബ്രേക്ക് ഡൗണും ഡൈജഷനും ഒക്കെ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും എന്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്? ഡൈനിങ് ടേബിളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വളരെ നിവർന്നും നമ്മളുടെ ഒരു ഏകദേശം ചെസ്റ്റിൻ്റെ സൈസിലായിരിക്കും ഡൈനിങ് ടേബിൾ വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ, ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് താഴെയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിങ്ങനെ ഹഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകെ മടങ്ങി നമ്മുടെ വയറൊക്കെ മടങ്ങിയല്ല യൂഷ്വലി നമ്മളൊരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ കഴിക്കാറ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും സോഫ കൗച്ചിലിരുന്ന് ആഹാരം കഴിക്കുന്ന കുട്ടികളുണ്ട്, ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇവരെ രണ്ടുപേരെയും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിയവർ തന്നെ, അഡൽട്സ് തന്നെ ഇരിക്കുന്ന ഒരു രീതി നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ സോഫ കൗച്ചിലിരിക്കുമ്പോൾ നിങ്ങൾ പ്ലേറ്റ് എടുത്തിട്ട് വളരെ ചുരുങ്ങിക്കൂടി ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. അതേസമയം നമ്മൾ ഡൈനിങ് ടേബിളിലിരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് കുറച്ചും കൂടി സ്റ്റൂപ്പ് ചെയ്ത് നമ്മളുടെ സ്പൈൻ വളരെ നേരെയായിട്ടും നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുകയും നമ്മളുടെ ഫുഡ് കറക്റ്റായിട്ട് തന്നെ പാസേജിലൂടെ പോവുകയും ചെയ്യുന്നു. ഈ ഒരു റോങ് സിറ്റിംഗ് പൊസിഷൻ കൊണ്ട് പലർക്കും അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും വരാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒത്തിരി വെള്ളം കുടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളിൽ, കൂടുതലും ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടുതൽ പറയുന്നത്. പക്ഷേ വലിയവരായിരിക്കും ചിലപ്പോൾ കുട്ടികളെക്കാളും കഷ്ടമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഹാരത്തിന് തൊട്ട് മുമ്പ്, അതായത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ, ശരിക്കും പറഞ്ഞാൽ 30 മിനിറ്റ് എന്നാണ് പറയുന്നത്, പക്ഷേ 15 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കുക, ശേഷം ആഹാരം കഴിക്കുക. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു തടസ്സം നേരിട്ടാൽ മാത്രമേ നമ്മളൊരു ഗൾപ്പ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഇതെല്ലാവരും കുട്ടികളെയും ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവരൊരു വലിയ ഒരു മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മളിങ്ങനെ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഉള്ള ഒരു റൂൾ എന്ന് പറയുന്നത് റോങ് ഫുഡ് കോമ്പിനേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. എല്ലാവരിലേക്കും ഇത് നിങ്ങൾ എത്തിക്കുക. അതായത്
ഒത്തിരി ആൾക്കാർ അവരുടെ ആഹാരത്തിന് ശേഷം ഫ്രൂട്ട് കട്ട്സ് കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പല വീടുകളിലും. അതായത് ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ ആപ്പിൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പഴം കഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ തെറ്റായ ഒരു ഫുഡ് കോമ്പിനേഷനാണ്. നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വയറുവേദനയായിട്ടും ബ്ലോട്ടിങ്ങുമായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യാറുണ്ട്. വൈ? കാരണം നിങ്ങളൊരു വാഷിംഗ് മെഷീനായിട്ട് നിങ്ങളുടെ വയറിനെ സങ്കല്പിക്കുക. അതിൻ്റെ ഉള്ളിൽ വളരെ തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ്സും ബേബി ക്ലോത്ത്സും ഇട്ടാൽ എങ്ങനെയിരിക്കും? അതേ അവസ്ഥയായിരിക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ വയറിലേക്ക് നിങ്ങൾ വലിയ വലിയ ആഹാരങ്ങൾ ചിക്കനും ഇതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു പഴം ഇട്ടാൽ സ്റ്റൊമക്കിന് ഏറ്റവും എളുപ്പം ഏതായിരിക്കും? വയറിന് ഏറ്റവും എളുപ്പം ഏതായിരിക്കും? ആ പഴം ഡൈജസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ പഴത്തിനെ വേഗം ഡൈജസ്റ്റ് ചെയ്തിട്ട് ഈ മീറ്റിനെ അല്ലെങ്കിൽ ഫിഷിനെയോ ആരെയാണെങ്കിലും അവരെ ഒന്ന് മാറ്റി നിർത്തും. ഈ ഫുഡ് അവിടെ ഡൈജസ്റ്റ് ചെയ്യാതെ കിടക്കും. അങ്ങനെയാണ് പുളിച്ചു തേട്ടലും അതുപോലെ തന്നെ അതവിടെ കിടന്ന് ജീർണിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗ്യാസും പ്രശ്നങ്ങളും വരുന്നത്. ഇപ്പോൾ റോങ് ഫുഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ആഹാരം കഴിഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഈറ്റിംഗ്. രണ്ടാമത് റോങ് ഫുഡായിട്ട് അപ്പോൾ തന്നെയുള്ള കോമ്പിനേഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ പാലും ബനാനയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, മിൽക്ക് ഷേക്കായിട്ട് വരുന്ന പല ഈ അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് പാലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും വയറിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോരും തൈരും ഉപയോഗിക്കുമ്പോൾ തന്നെ ഫിഷ് അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും അതും ഒരു റോങ് കോമ്പിനേഷൻസ് ആവാറുണ്ട്. നമ്മുടെ വയറിന് അപ്സെറ്റ് വരാറുണ്ട്. പലപ്പോഴും നമ്മളത് അറിയാറില്ല. പക്ഷേ അത് സെൻസിറ്റീവായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കത് അറിയാൻ സാധിക്കും. പക്ഷേ അത് എഗെയിൻ അതൊരു റോങ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കാണാറുണ്ട്, നമ്മൾ തൈരിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യുക്കുംബർ സാലഡ്, തൈര് സാലഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയാം വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. കാരണം അത് തമ്മിൽ കമ്പൈൻ ആവുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ തക്കാളി ക്യുക്കുംബറൊക്കെ നമുക്ക് തൈരിൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതുമായിട്ട് കമ്പൈൻ ചെയ്യാതെ കിടക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പുട്ടും പഴവും നമ്മളുടെ കേരളീയർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ശരിക്കും റോങ് ഫുഡ് കോമ്പിനേഷനാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്കത് സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണ്, സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾക്ക് വയറുവേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കോമ്പിനേഷൻ ശരിയല്ല. പലപ്പോഴും നട്ട്സ് കഴിച്ചിട്ട് എൻ്റെ യോഗാശ്രമിൽ പലരും വന്നു കഴിയുമ്പോൾ ഞാൻ ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അവർ കഴിക്കുന്ന ആഹാരം നമ്മൾ വളരെ പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, ഇല്ല ഡോക്ടറെ, ഞാൻ നല്ല അടിപൊളിയായിട്ട് രാവിലെ തന്നെ ഞാൻ നട്ട്സാണ് കഴിക്കുന്നത്. ഞാൻ ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾ നട്ട്സ് കഴിക്കണേ? ഞാൻ 10-25 ബദാമൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ഞാൻ പറയും, എങ്ങനെയാണ്, ഡ്രൈ ആയിട്ടാണോ കഴിക്കുന്നത്? ഞാൻ വാൽനട്ട്സും ഒത്തിരി കഴിക്കും. ഈ വാൽനട്ട്സും ബദാമും ഒക്കെ നിങ്ങൾ സോക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു കെമിക്കൽ, അതൊരു ചെറുതായിട്ടൊരു ടോക്സിക്കാണത്. അത് നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലംസും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് മുട്ട കഴിച്ചിട്ട് മുട്ടയും പാലും തമ്മിലുള്ള കോമ്പിനേഷനിൽ അവർക്ക് ചില സമയത്ത് ഇൻഡൈജഷനും സ്കിൻ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലരിലും സ്കിന്നിൽ നിങ്ങൾക്കൊരു ഡാർക്ക് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സോറിയാസിസ് കൈൻഡ് ഓഫ് സ്കിൻ ഡിസോർഡേഴ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫുഡിലുള്ള ഒരു റോങ് കോമ്പിനേഷനാണ് ഇത് വരുത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് റോങ് ഫുഡ് കോമ്പിനേഷനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മൾക്ക് ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാതിരിക്കുവാണ് അതിലും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ന്യൂട്രീഷൻസും നഷ്ടപ്പെട്ടു. അതുകൂടാതെ ആ പഴകിയ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ വയറിൽ അതേപോലെ തന്നെ പഴകിയ ഒരു അവസ്ഥയാണ് നമ്മുടെ വയറിലും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു റെഫ്രിജറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം ബാക്കി വന്ന് അത് 5-6 ദിവസം കഴിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് മാറ്റുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഫ്രൂട്ട്സ്
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിളും അവർക്ക് സമയമില്ലെങ്കിൽ ആപ്പിൾസും അതുപോലെ തന്നെ ഈ പെയർ പോലത്തേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ന്യൂട്രീഷണൽ വാല്യൂവും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പപ്പോൾ കട്ട് ചെയ്യുക, അപ്പപ്പോൾ കഴിക്കുക. കാരണം ഫ്രൂട്ട്സിനൊക്കെ അങ്ങനെയാണ്. അത് ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒത്തിരി വീട്ടമ്മമാർ ചെയ്യുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ അവിയൽ പോലത്തെ അല്ലെങ്കിൽ സാമ്പാറും അവിയലിനൊക്കെ കഴുകി അവർ ചെയ്തിട്ട് ആ കഷ്ണങ്ങൾ വൃത്തിയാക്കാനായിട്ട് അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ കറി കഷ്ണങ്ങൾ കട്ട് ചെയ്ത് നല്ല നീറ്റായതിന് ശേഷം അവർ വെള്ളത്തിൽ വീണ്ടും പൈപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്യണം ഞാൻ കാണാറുണ്ട്. അത് വളരെ വളരെ തെറ്റായൊരു കാര്യമാണ്. നിങ്ങൾ ആദ്യമേ തന്നെ ഈ പച്ചക്കറികൾ, ക്യാരറ്റ്, അതുപോലെ കായ, ഇങ്ങനെയുള്ളൊരു അവിയലിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് മുഴുവൻ കഷ്ണങ്ങളും മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കഴുകിയതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തിട്ട് പിന്നെ അത് കഴുകാൻ നിങ്ങൾ ചെയ്യരുത്, കഴുകാതിരിക്കുക. എന്നിട്ട് നേരെ അത് വയ്ക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ കുറച്ച് സോഡാപ്പൊടിയിൽ നമ്മൾ വെള്ളത്തിൽ സോഡാപ്പൊടിയിലും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് നമ്മളുടെ എല്ലാ കഷ്ണങ്ങളും ഒരുവിധം അതിൻ്റെ ആ ഒരു പുറത്തുള്ള ഇതെല്ലാം നീറ്റാക്കിയിട്ട് നമ്മൾ ആ വെള്ളത്തിലിടുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കെമിക്കൽസും ടോക്സിൻസും എല്ലാം പോയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കറി വയ്ക്കുക. അപ്പോൾ ഇതാണ് വേറൊരു കാര്യം. പിന്നെ പ്രധാനപ്പെട്ട അടുത്ത റൂള്, നമ്മൾ ടെൻഷനുള്ളപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സൈക്കോളജിക്കൽ ഈറ്റേഴ്സാണ്. അതായത് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അവർ കുറേ സ്വീറ്റ്സ് കഴിക്കുന്നവരുണ്ട്, ചിലവർ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കത് വേണ്ടിയിട്ടല്ല അവർ കഴിക്കുന്നത്, അവരുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇമോഷണൽ ഈറ്റിംഗ് ആണ്. ആ ഒരു പ്രവണത നമ്മൾ നന്നായി മാറ്റുക. കാരണം അതാണ് ഒരു ഓവർ വെയ്റ്റ് ഉണ്ടാവാനും ഒബീസിറ്റി ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുത്തുന്നതിൻ്റെ പ്രധാന കാരണം ഇമോഷണൽ ഈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്ന് പറയുമ്പോൾ ചില സമയത്ത് അവർ പറയുവാണ് എനിക്ക് ദിവസത്തിൽ ഒരു നേരം വിശക്കുന്നുള്ളൂ, അപ്പം എനിക്ക് എൻ്റെ ആരോഗ്യം മോശമായി പോയില്ലേ എന്ന് പറയും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾക്ക് ആ ഒരു നല്ലൊരു അപ്പറ്റൈറ്റ് വരുമ്പോൾ, നമ്മളുടെ അഗ്നി നന്നായിട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു നേരം നല്ല റിച്ചായിട്ടുള്ളൊരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് മതി. അപ്പോൾ ആ എല്ലാ ആഹാരങ്ങളും വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുകയും അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഹെൽത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ കഴിക്കുന്ന ആഹാരമാണ് പ്രധാനം. ഒരു നേരം കഴിച്ചാലും പ്രശ്നമില്ല, പക്ഷേ കഴിക്കുന്ന ആഹാരം നമ്മൾ വളരെ ഇതായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ടെൻഷനുള്ള സമയത്ത് നമുക്ക് വളരെ 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 മോശമായിട്ട് നിങ്ങളുടെ വയറിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ടെൻഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടു, ഒരു ബാഡ് ന്യൂസ് കേട്ടു, അപ്പോൾ തന്നെ നിങ്ങൾ ഒത്തിരി വാരി വലിച്ച് കഴിക്കാതെ ആ സമയത്ത് വല്ല ജ്യൂസോ വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് നിങ്ങളുടെ ആ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുന്ന സമയത്തൊന്നും നിങ്ങൾ ആ ടെൻഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിനെ അത് സാരമായിട്ട് ബാധിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഒത്തിരി ഭാവി പ്രശ്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നിങ്ങളെ പിടികൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് റെഗുലറായിട്ടുള്ളൊരു ഫുഡ് ടൈമിങ്സ്. അപ്പോൾ പലരും പുറത്തേക്ക് അധികം യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ ബാച്ചിലർ ലൈഫിലൊക്കെ അവർ പറയും ഞങ്ങൾക്കൊരിക്കലും കറക്റ്റായിട്ട് കഴിക്കാൻ സാധിക്കാറില്ല, കാരണം ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു സമയത്തായിരിക്കും, ഞാൻ കിടക്കുന്നത് ഒരു സമയത്തായിരിക്കും എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇപ്പം നിങ്ങൾ എന്ത് ജോലിയാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഏകദേശം ഞാൻ വൈകി കിടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ഒരാളാണ് എന്ന് പറയുവാണെങ്കിൽ എല്ലാ ദിവസവും ഏകദേശം ആ വൈകിയ സമയത്ത് നിങ്ങൾ ആ ഫുഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് 10 മണിക്കാണ് കഴിക്കാൻ സാധിക്കുന്നുള്ളൂ, രാത്രി ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രാത്രി മാക്സിമം നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയെന്ന്. അപ്പോൾ നിങ്ങളൊരു ലൈറ്റായിട്ടുള്ളൊരു പൊടിയരിക്കഞ്ഞിയോ അല്ലെങ്കിൽ ഞവരക്കഞ്ഞിയോ അല്ലെങ്കിൽ വളരെ ഓട്സോ എന്തെങ്കിലും കഴിക്കുന്ന ഒരാളാണെങ്കിൽ, ആ രാത്രി 10 മണിക്ക് കഴിക്കുന്ന ആളാണെങ്കിൽ ട്രൈ ടു കീപ് ദാറ്റ് 10 to 10:30
ആ ഒരു സമയത്ത് തന്നെ കഴിച്ചു പോവുക. ആ സമയത്ത് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ആണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതൊരു ഫിലിം ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് വളരെ ഡിഫറെൻറ്റ് സ്കെഡ്യൂൾസ് ആയിരിക്കും അല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള വർക്കേഴ്സ് ആണെങ്കിലും ശരി, സെലിബ്രിറ്റീസ് ആണെങ്കിലും ശരി, അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അവർക്ക് എപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ടൈം അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുക എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രൂവിന് അറിയാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ 10 to 10:30 അവർക്ക് ഫുഡ് അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിലും അവർക്കുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങളെപ്പോഴും കയ്യിൽ കരുതി വയ്ക്കുക. അതായത് ഒരു പഴമോ ചെറുപഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ എന്തെങ്കിലും ഒരു സാധനം ആ സമയത്ത് കഴിക്കുക. കാരണം നിങ്ങൾ കഴിക്കുന്ന ആ ഒരു സമയത്തിന് നിങ്ങളുടെ സ്റ്റൊമക്ക് അത് ഡിമാൻഡ് ചെയ്യും. അയ്യോ എനിക്ക് ഒന്നും തന്നില്ലല്ലോ, ഇത്ര നേരമായില്ലേ, ഇന്നലെ എനിക്ക് ആ സമയത്തല്ലേ തന്നേ എന്ന് നിങ്ങളുടെ വയറ് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാഷ്യൂ നട്ട്സോ പീനട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ബ്ലെയിം ചെയ്യാതിരിക്കുക. അതായത് എനിക്ക് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കാരണം നിങ്ങളുടെ വയറിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്യാരി ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കുറച്ച് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒരു പഴമോ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഹാരം നിങ്ങൾ കറക്റ്റായിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ വൈകി ഒരു 3 മണിക്ക് കഴിക്കുന്ന ലഞ്ച് കഴിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ സമയത്തിന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനൊരു ഓർഡർ വരുത്താൻ, വൈകി കഴിക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബ്രഞ്ചായിട്ട് കഴിക്കുക. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചുള്ള ഒരു 11:30 ആ സമയത്ത് നിങ്ങൾ അതിനൊരു ഓർഡർ വരുത്തുക. ഇതും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ലഘുഭക്ഷണം നിങ്ങളുടെ വയറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. ഇത്രയും ഞാൻ റൂൾസ് പറഞ്ഞതിൽ ഏതെങ്കിലും 2-3 കാര്യങ്ങൾ ഒഴിച്ച് നിങ്ങൾക്ക് ബാക്കിയെല്ലാം തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതെല്ലാവരും ഫോളോ ചെയ്ത് കുട്ടികളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് ഈ വീഡിയോ അവരെയും കാണിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇങ്ങനത്തെയുള്ള ഇൻഫർമേഷൻ വീഡിയോസായിട്ട് ഇനിയും കാണാം.